ഹായ് ഹലോ, എല്ലാവർക്കും ഏഞ്ചൽ ക്രിയേഷനിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മത്തിക്കറിയാണ്. എരിവോട് കൂടിയ മത്തിക്കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് ചൂടാകാൻ വയ്ക്കുക. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ ഉലുവയിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. അങ്ങനെ ഉലുവ നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ടാം. കറിവേപ്പില ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി നന്നായിട്ട് ചെറുതായി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ വഴണ്ട് വരുമ്പോൾ അതിലേക്ക് 5 ടീസ്പൂൺ മുളക് പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്കതിലേക്ക് ആവശ്യത്തിന് കുടംപുളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെള്ളമൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടച്ച് വെച്ച് വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചാറ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വൃത്തിയാക്കി വെച്ചേക്കുന്ന മത്തി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. മത്തി ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ മത്തി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി നിന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മത്തിക്കറി ഇവിടെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് കൂടി ഒന്ന് നോക്കുക.